ഡിയേഴ്സ് നമസ്കാരം, ഞാൻ റിസ്ന. എല്ലാവർക്കും റിസ്നാസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ എന്നും നൂഡിൽസ് ഒരേപോലെ കഴിച്ച് മടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറ്റി പിടിച്ച് വെറൈറ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു നൂഡിൽസിൻ്റെ റെസിപ്പിയാണ്. ഈ റെസിപ്പിയിൽ നമ്മൾ അധികം മസാലപ്പൊടികളോ അതുപോലെ നൂഡിൽസിൻ്റെ പാക്കറ്റിലുള്ള മസാലയൊന്നും നമ്മൾ ഉപയോഗിക്കാതെ നമ്മൾ ഹെൽത്തി ആയിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നൂഡിൽസാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമ്മുടെ ഈ റെസിപ്പി തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അത് ചൂടായി വരുമ്പം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ബട്ടർ തന്നെ എടുക്കുന്നതാണ് ഏറ്റവും ഹെൽത്തി. ഇനി അതല്ലാതെ നമുക്ക് സൺഫ്ലവർ ഓയിൽ എടുക്കാം. അതായത് വെളിച്ചെണ്ണ അതുപോലുള്ള മറ്റു ഓയിലൊന്നും എടുക്കരുത്. ഇത് രണ്ടുമാണ് ഏറ്റവും നല്ലത്. ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ മഷ്റൂമാണ്. 1/4 കപ്പ് അളവിൽ മഷ്റൂമാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഇതിന് പകരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പച്ചക്കറികൾ ഏതായാലും കുഴപ്പമില്ല. ഇപ്പം മഷ്റൂം ആകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും. ഇനി അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഇതിനകത്ത് നമ്മൾ അധികം മസാലകളൊന്നും ചേർക്കാത്തതുകൊണ്ട് ഇങ്ങനെ തന്നെ നമ്മൾ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ സമയത്ത് നിങ്ങൾ ചിക്കനാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ചിക്കനും ഇതുപോലെ തന്നെ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ്റെ പീസസ് ഇതുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൽ ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും മാത്രം ചേർത്തിട്ട് നമ്മൾ വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ആ മഷ്റൂം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഞാനതെടുത്ത് മാറ്റുകയാണ്. മുട്ട നമ്മൾ 1-2 എടുത്തിട്ട് അതുപോലെ തന്നെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റെസിപ്പി തയ്യാറാക്കാനായിട്ട് നമുക്ക് മാഗിയുടെ 2 നൂഡിൽസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇനി നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് പാലാണ്. 1 ഗ്ലാസ് പശുവും പാലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇനി 1 ഗ്ലാസ് തന്നെ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ നൂഡിൽസ് വേവിച്ചെടുക്കുന്നത് പാലിലാണ്. നമ്മൾ ഈ പാലിൽ ഈ നൂഡിൽസ് വേവിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് പാലിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഈ പാല് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ശ്രദ്ധിക്കുക, പാലായതുകൊണ്ട് തന്നെ പതഞ്ഞ് പൊങ്ങി വരും. അപ്പോൾ അതുകൊണ്ട് അടുത്ത് തന്നെ നിൽക്കുക. ഇപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ നൂഡിൽസ് ഈ പാലിനകത്തിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നല്ലപോലെ വെന്ത് അപ്പോഴാണ് കേട്ടോ നമ്മുടെ ആ നൂഡിൽസിന് നല്ലൊരു വൈറ്റ് കളർ കിട്ടുന്നത്. ഈ ഒരു നൂഡിൽസ് നല്ലൊരു പ്യുവർ വൈറ്റ് കളറിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നൂഡിൽസ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേറൊരു പാനിലെടുപ്പ് ചൂടാക്കിയിട്ട് അതിലേക്ക് ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ഒരു 2-3 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ചോപ്പ് ചെയ്തിട്ട് തന്നെ ചേർക്കുക. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ നൂഡിൽസ് ഉണ്ടല്ലോ, നമ്മൾ പാലിൽ വേവിച്ചിട്ടുള്ള ആ നൂഡിൽസ് ഇതിലേക്ക് ചേർക്കാം. അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെ പച്ചക്കറികളാണോ വേവിച്ചിട്ടുള്ളത് അതും കൂടി ചേർക്കാം. അതുപോലെ തന്നെ മുട്ട ഞാൻ ചിക്കി എടുത്തിട്ടുണ്ട്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കനും ചേർക്കാം. പക്ഷേ നമ്മൾ മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ മല്ലിപ്പൊടിയോ അങ്ങനത്തെ മസാലകളൊന്നും ചേർക്കേണ്ട. വീണ്ടും കുറച്ചും കൂടെ പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തിക്നെസ്സും അതുപോലെ തന്നെ അതിൻ്റെ ക്രീമിനെസ്സും നോക്കിയിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഒറിഗാനോയാണ് ഞാൻ ഇതിനകത്ത് സ്പൈസസ് ആയിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. ഒറിഗാനോ എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർക്കാം, നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അത് ചേർക്കുമ്പോൾ നല്ലൊരു നമ്മുടെ വൈറ്റ് സോസ് പാസ്ത ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു ടേസ്റ്റിലേക്കൊക്കെ വരും. ഇപ്പം ഞാൻ ഇനി ചേർത്ത് കൊടുക്കുന്ന ചീസാണ്. ഇതും ഓപ്ഷണലാണ്. നമ്മൾ ചീസ് എന്തിനാണ് ചേർത്ത് കൊടുക്കുന്നത് വെച്ചാൽ നമ്മുടെ ഈ ഒരു നൂഡിൽസിന് നല്ലൊരു ക്രീമി ടെക്സ്ചർ കിട്ടും. നമ്മളിങ്ങനെ അത് ചീസ് മിക്സായി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അതുപോലെ തന്നെ ആ നൂഡിൽസ് കഴിക്കുമ്പോഴും നല്ലൊരു ടേസ്റ്റാണ്. ഒരു പാസ്തേൻ്റെ ഒക്കെ വൈറ്റ് സോസ് പാസ്തേൻ്റെ ഒക്കെ ആ ഒരു ടേസ്റ്റിലേക്ക് വരും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ചീസൊക്കെ ചേർത്ത് ചീസൊക്കെ മെൽട്ടായി കഴിഞ്ഞാൽ നമുക്കത് സെർവ് ചെയ്ത് കഴിക്കാവുന്നതാണ്. ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമുക്കിതിനകത്ത് നമ്മുടെ മാഗി നൂഡിൽസിൻ്റെ ആ മസാല ഉണ്ടല്ലോ, അതാണ് ഏറ്റവും അൺഹെൽത്തി. അത് നമ്മൾ ആഡ് ചെയ്യാതെ നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ ഉപയോഗിച്ച് നമുക്ക് കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. വലിയ ആളുകൾക്കും നമുക്കിത് കഴിക്കാം. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം. അതുപോലെ തന്നെ ഡിന്നറൊക്കെ ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ഒന്ന് ചെയ്തേക്കാം. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും ഇൻഷാ അല്ലാഹ് റെസിപ്പിയിലൂടെ കണ്ടുമുട്ടാം. അതുവരേക്കും ടാറ്റാ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.